സ്റ്റാർട്ടിങ് ഫ്രം OET പ്ലാബ് 2 കൊടുക്കാൻ അവിടെ ട്രാവൽ ചെയ്ത് തൊട്ട് ടിൽ ഒരു GMC രജിസ്ട്രേഷൻ വരെ എന്തായിരുന്നു ഒരു എക്സ്പെൻസ്? OET ആണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഒരു 35,000 ആയി കാണും OET എക്സാമിന്റെ ഫീസ്. പിന്നെ ഒരു കോച്ചിങ് ഒരു 10,000 to 15,000 അത്രയും നമ്മൾ ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്, നമുക്ക് ഏത് വേണേൽ ചൂസ് ചെയ്യാം. ഓൺലൈൻ എടുത്തത്, അപ്പൊ എൻ്റെ അവേഴ്സ് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തത് 10,000 to 15,000. പ്ലാബ് 1 കമ്പാരിറ്റീവ്ലി ചീപ്പർ എക്സാം ആണ്, ഒരു 24,000 to 25,000 ആണെന്നാണ് എക്സാം ഫീ വരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. പ്ലാബ് 2 ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ് എക്സാം ആണ്, ഒരു 1 lakh എക്സാം ഫീസ് തന്നെയാവും. പിന്നെ നമ്മൾ അവിടെ പോയി നിൽക്കുന്ന ചെലവ്, പിന്നെ അക്കാഡമിയുടെ ചെലവ്, ട്രാവൽ എക്സ്പെൻസ്, അക്കോമഡേഷൻ, അക്കാഡമിക്ക് ഒരു 50,000 ആണെന്നാണ്. So we have PLAB 2 ന്റെ ട്രെയിനിങ് UK തന്നെ എടുക്കാനായിട്ട് സാധിക്കും. Okay, so you opt that option, right? അതെ. Okay, അത് എത്ര നാളത്തെ ഒരു ട്രെയിനിങ് ആണ് ഉണ്ടാവുന്നത്? അല്ല, പ്ലാബ് 2 നമ്മൾ UK തന്നെയാണ് നമുക്ക് ട്രെയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് എക്സാം നമ്മൾ UK കൊടുക്കണം. ഞാനൊരു എല്ലാം കൂടെ ഒരു 8-9 months അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. കാരണം എനിക്കതൊരു കുറച്ച് ചാലഞ്ചിങ് എക്സാം ആയിട്ട് തോന്നിയിരുന്നു. So after exam GMC registration note എത്ര സമയം എടുക്കും? Again we do have some expense for that. എക്സാം കഴിഞ്ഞ് GMC രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി എക്സ്പെൻസ് അധികമായിട്ടില്ല. രജിസ്ട്രേഷൻ പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്, അത് ഡെഫിനറ്റ്ലി ടൈം എടുക്കുന്നതാണ്, ടൈം കൺസ്യൂമിങ് തന്നെയാണ്. നമുക്ക് എക്സാം പാസ്സായി കഴിഞ്ഞ് GMC രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി എനിക്കൊന്ന് 2 to 3 months എങ്കിലും. ഇറ്റ് ഡിപ്പെൻഡ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എത്ര വേഗം അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ.